നിങ്ങൾ തമ്മിലുള്ള കല്യാണം അറേഞ്ച്ഡ് ആണോ ലവ് മാരേജ് ആണോ? ലവ് മാരേജ് ആയിരുന്നു. എങ്ങനെയാണ് ആ ഒരു പ്രണയ കഥ? പ്രണയകഥ എന്ന് പറഞ്ഞാല് ഞാൻ MBA പഠിക്കുന്ന സമയത്ത് 2014 കോളേജ് ഏതായിരുന്നു? 2017 സമയത്ത് നമ്മള് ഏത് കോളേജ്? ഞാൻ DC എന്ന് പറയും, വാഗമണ്ണുള്ള DC മാനേജ്മെന്റ്. അതെ. അപ്പൊ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇതുപോലെ നമ്മള് എന്താണ് ഈ മാരേജ് ഇതുണ്ടല്ലോ, മാട്രിമോണി സൈറ്റ് ഉണ്ടല്ലോ, അതിനകത്ത് ഞാൻ രജിസ്റ്റർ ചെയ്തു. MBA പഠിച്ചപ്പോഴേ ജോലി ഒന്നും ആയിട്ടില്ല. നമ്മൾ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ അതിനകത്ത് പൈസ ഒക്കെ കൊടുക്കണ്ടേ? ഇല്ല, പ്രീമിയം ഇതിന് മെമ്പർഷിപ്പ് പൈസ കൊടുക്കണ്ടേ. മറ്റേ നമുക്ക് കുറച്ച് റെഫറൻസ് കിട്ടും. റെഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ആൾക്കാരൊക്കെ കാണാം. അപ്പൊ നമ്മള് നല്ല പെണ്ണുങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ അങ്ങോട്ട് കൊടുക്കും റിക്വസ്റ്റ്. അപ്പൊ നമുക്ക് എത്ര പേര് തിരിച്ച് ഇങ്ങോട്ട്. പക്ഷേ ഇതിനകത്തൊരു കാര്യം ഞാൻ പറയട്ടെ, ഈ അങ്ങനെ നല്ല പെൺപിള്ളേരെ കാണുമ്പോൾ നമ്മൾ അങ്ങോട്ട് കൊടുക്കത്തില്ലേ, അപ്പൊ അതിനകത്ത് നമ്പർ ഒക്കെ ഉണ്ടാവും. ഇതില് 99% പെൺകുട്ടികളുടെ അച്ഛന്മാരുടെ നമ്പറാണ്. ആണ് അല്ല, അത് ഞാൻ പറയാൻ തുടങ്ങുന്നത്. അപ്പൊ ഇങ്ങനെ കൊടുക്കും. അപ്പൊ ചിലരൊക്കെ അക്സെപ്റ്റ് ചെയ്യില്ല. നമുക്ക് അപ്പൊ അറിയണമല്ലോ നമ്മളെ എത്ര പേര് അക്സെപ്റ്റ് ചെയ്തു എന്ന് അറിയണമല്ലോ. അങ്ങനെ കൊടുത്ത കൂട്ടത്തിൽ ഒരാളായിരുന്നു ഇയാൾ. മനസ്സിലായില്ല? ഇയാൾക്കും എന്റെ. അപ്പൊ എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, ഇതുപോലെ അക്സെപ്റ്റ് ചെയ്തവരെയൊക്കെ ഞാൻ ഫേസ്ബുക്കിൽ തപ്പിയിട്ട് അങ്ങോട്ട് മെസ്സേജ് അയക്കും. ആരും റിപ്ലൈ തന്നിട്ടൊന്നുമില്ല. ഒന്നും ഇല്ല, ഉണ്ടായിരിക്കും. നമ്മളതൊന്നും ഉപയോഗിക്കില്ല. നമുക്ക് ഫേസ്ബുക്ക് ആണെന്നത്തെ മെയിൻ. അങ്ങനെ കൊടുത്ത ഒരാളാണ് ഇയാള്. ഇയാളപ്പം എനിക്ക് ഇങ്ങോട്ട് മെസ്സഞ്ചറിൽ, ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ എന്റെ പേര് തപ്പിയിട്ട് മെസ്സേജ് അയച്ചു. ബ്രോ അങ്ങോട്ട് ഞാൻ കുറെ പേർക്ക് കൊടുത്തു. കുറെ പേർക്ക് കൊടുത്തതിൽ ഒരാളാണ് ഇയാള്. നമ്മളങ്ങനെ ഇന്നയാൾക്ക് സ്പെസിഫിക് ആയിട്ട് കൊടുത്തൊന്നുമല്ല, കുറെ പേർക്ക് അയക്കുന്ന കൂട്ടത്തിൽ ഒരാൾക്ക് കൊടുത്തു. ആ ഒരാളാണിത്. അപ്പൊ എനിക്ക് എന്റെ ഇത് കണ്ടിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ട് എനിക്ക് ഫേസ്ബുക്കിൽ എന്നെ സെർച്ച് ചെയ്തിട്ട് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചു. ഞാനും കുറെ ആൾക്കാരെ സെർച്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതേപോലെ എന്റെ ഹോസ്റ്റലിലായപ്പോ എല്ലാവർക്കും ലവ് ഉണ്ട്. അപ്പൊ അമ്മ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു, ലവ് ചെയ്യാൻ സമ്മതിക്കത്തില്ല. അപ്പൊ ഹോസ്റ്റലിൽ എല്ലാവർക്കും ലവ് ഉണ്ട്. എന്നാ പിന്നെ ഞാനും ജസ്റ്റ് വെറുതെ മാട്രിമോണിയിൽ എല്ലാരെയും കാണാൻ വേണ്ടി രജിസ്റ്റർ ചെയ്തതാ. അപ്പൊ കുറെ പേർക്ക് ഞാൻ റിക്വസ്റ്റ് കൊടുത്തായിരുന്നു. ആ കൂട്ടത്തില് അപ്പത്തിന് റിപ്ലൈ ചെയ്തുകൊണ്ട് സെറ്റായി. അങ്ങനെ മെസ്സേജ് അയച്ചു, പിന്നെ അങ്ങോട്ട് അയച്ചു, ഇങ്ങോട്ട് അയച്ചു, പിന്നെ അങ്ങനെ ലവ് വന്നു. സീരിയസ് ഒന്നും അല്ല, അത് സീരിയസ് ആയിട്ട് തുടങ്ങിയൊന്നും അല്ല. അപ്പം അങ്ങനെ അത് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ എങ്ങനെ സീരിയസ് ആയത്? എങ്ങനെയാ നമ്മൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിയും പറച്ചിലും എല്ലാം ആവുമല്ലോ. പിന്നെ വീട്ടിലൊക്കെ അറിഞ്ഞു, പിന്നെ ഗ്രാജുവൽ ആയിട്ട് അങ്ങനെ വേണമല്ലോ ഒരാളെ.